ഗുഡ് മോർണിംഗ്. നാട്ടിൽ നിന്നും ഉള്ള ആദ്യത്തെ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ദിവസം ഒരു ജഗ പുക ആയതുകൊണ്ട് ഇന്നാണ് നമുക്കൊരു ഒറ്റ ദിവസം റെസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിറന്നാളിൻ്റെ മുന്നേ ഉള്ള ഒരു ദിവസം. അപ്പോൾ ഇന്ന് ഇവിടെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു രാവിലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വെക്കാൻ പറ്റില്ല, ഞങ്ങൾ എല്ലാവരും എത്തിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴേക്കും ഗണപതി ഹോമം കഴിഞ്ഞു. 4 മണിക്ക് തുടങ്ങി, 4 മണിയില്ല അതിന് മുന്നേ തുടങ്ങി. ഒരു 5:30 ആകുമ്പോഴേക്കും ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കിളികളുടെ നാദം രാവിലെ നീച്ച് നല്ല രസമല്ലേ ഇവിടെ ഇങ്ങനെ കാണാനും നടക്കാനൊക്കെ. നല്ല മഞ്ഞുണ്ട്, നല്ല രസമുണ്ട്, നല്ല ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഷോർട്സ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇത് നടത്തുന്നത്, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒരുപാട് വർഷമായി ഗണപതി ഹോമം വീട്ടിൽ നടത്തിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്, നല്ല പോസിറ്റീവ് എനർജി കിട്ടും എന്നൊക്കെയല്ലേ പറയുക. അപ്പോൾ കുറേ കാലമായി അച്ഛനമ്മ ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവമായിട്ട് എല്ലാവരും ഒരുമിച്ച് വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്നാൽ അന്ന് നടത്താമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ, അതായത് നമ്മുടെ പിറന്നാളിൻ്റെ അന്ന് രാവിലെയാണ് നടത്തേണ്ടത്. പക്ഷേ ഭാഗ്യവശാൽ അത് ഇന്നേക്ക് മാറ്റി. കാരണം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കൂടാൻ പറ്റി. അല്ലെങ്കിൽ ഇന്നലെ ഫ്ലൈറ്റ് ലേറ്റായിട്ടും ഗീതമൊക്കെ എത്താനും ഒക്കെ വൈകിയ കാരണം അത് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു 4 മണിയോട് കൂടി തന്നെ, അതിൻ്റെ തലേ ദിവസം തന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു പോയതുകൊണ്ട് രാവിലെ 4 മണിക്ക് വന്നു. ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാണെന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും നടത്തുന്നവരുണ്ട്, നമുക്ക് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും നടത്തുന്നവരും ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നവരും ഒക്കെ ഉണ്ട്. വീടിനൊരു പോസിറ്റീവ് എനർജി. സാധാരണ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്താണ് നടത്തുക. അപ്പോൾ ഇപ്പോൾ വീട് ആയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായ കാരണം ഇന്നൊന്ന് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുണ്യാഹം ഇങ്ങനെ തളിക്കുമല്ലോ, വീട് മുഴുവനും എല്ലാ സ്ഥലത്തും മുറ്റത്തും ഒക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് ഞാനാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ പുണ്യാഹം തളിക്കൽ കണ്ടിട്ട് ഇവിടെ എല്ലാവരും കളിയാക്കുന്നതാണ് കാണുന്നത്. ജയനും ഗീതും ഒക്കെ ഇവിടെ എന്നെ കളിയാക്കാണ് കേട്ടോ. കണ്ട് നേരം വിളിച്ച പോലെ ആയിട്ടില്ല. അവസാനം അച്ഛനെടുത്ത് തെളിച്ചു. കാരണം ഞാൻ പുണ്യാഹം തെളിക്കുന്നത് കാണുമ്പോൾ ജയനും ഗീതുമൊക്കെ പറയുന്നത് വെച്ചാൽ സത്താനേ പോ എന്ന് പറഞ്ഞ് പല തളിക്കുന്ന പോലെയാണ്. ഒരു മയമില്ലാത്ത തെളിക്കലാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുന്ന് കളിയാക്കുന്നതാണ് ഇപ്പം ആ കാണുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ 5:30 ആകുമ്പോഴേക്കും ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണല്ലോ നമുക്ക് വെള്ളം കുടിക്കാനോ ജലപാനോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ചായ ഉണ്ടാക്കുകയാണ്. അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ വീട്ടിൽ രാവിലെ ചായ ഉണ്ടാക്കുക. രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴേക്കും ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു സന്തോഷമല്ലേ. അത് നാട്ടിൽ വരുമ്പോൾ മാത്രമേ നടക്കാറുള്ളൂ. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇവിടെ ഇങ്ങനെ, അച്ഛനാണ് അധികം ചായ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ പിറന്നാൾ ഇന്നലെ കഴിഞ്ഞു, അത് ഗംഭീരമായി. നാളെയാണ് നമ്മൾ ഗ്രാൻഡ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്, അപ്പോൾ November 1. അപ്പോൾ അതിന് മുന്നേയിട്ടുള്ള ഒരൊറ്റ ദിവസം നമുക്ക് എന്താ പറയുക ഒരു റെസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഇന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 6 മണിയായിട്ടേ ഉള്ളൂ. ഇനി രംഷേട്ടൻ്റെ വീട്ടിൽ അമ്പലത്തിൽ, നാട്ടിലവിടെ അമ്പലത്തിൽ ഇന്ന് കലശവും പരിപാടികളൊക്കെയാണ്. അപ്പോൾ രംഷേട്ടൻ ഇപ്പോൾ അങ്ങോട്ട് പോവും. അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈവനിങ് ആകുമ്പോൾ സദ്യയുടെ കാര്യങ്ങൾ, പിന്നെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങൾ. മെയിനായിട്ട് ഞങ്ങൾ ഇന്നലെ പിറന്നാളിന് ഇരുന്ന് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കൂടെ വന്ന് കസിൻസൊക്കെ വന്ന് തട്ടിക്കൂട്ടിയ സമയത്ത് ഞങ്ങൾ പിറന്നാളിനൊരു പ്രോഗ്രാംസൊക്കെ ചെറിയ രീതിയിലൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഡാൻസ് ആയാലോ എന്നിങ്ങനെ വെറുതെ വിചാരിച്ചു. നാളെയാണ് പ്രോഗ്രാം കേട്ടോ. അപ്പോൾ ഒരു തിരുവാതിരക്കളി തട്ടിക്കൂട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി ഞങ്ങളൊരു 2-3 പേര് പഠിച്ചെടുത്തു. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് മെയിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല. രംഷേട്ടൻ മാത്രം പോയിട്ട് കലശമൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചെത്തും. നാളെയല്ലേ പരിപാടി. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തിരുവാതിരക്കളി പഠിച്ചെടുത്ത് ഞങ്ങൾ കളിക്കാൻ പോവുകയാണ്. എന്താവും കളിക്കുമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇന്നത്തെ മെയിൻ അതാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസും നാളത്തെ സദ്യയുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ്. അതിനിടയിൽ ഒരു ചെറിയൊരു റിലാക്സ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ ദിവസം. പിന്നെ നമ്മൾ അധിക ദിവസമൊന്നുമില്ല, 2 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മുംബൈക്ക് തന്നെ പോകും. ജസ്റ്റ് ഈ ഒരു കാര്യത്തിനല്ലേ നമ്മൾ വന്നത്. യെസ്, നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞ്. ഗണപതി ഹോമത്തിൻ്റെ പുകയാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. അത്രയും പുകയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചു ഇത്രയും പുക ഉണ്ടായിരുന്നോ പുറത്ത്. പക്ഷേ ഇത് മഞ്ഞാണ് ആക്ച്വലി.
അപ്പോൾ 6:30 ആയപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി തുടങ്ങി കേട്ടോ. അമ്മയ്ക്ക് പിന്നെ അങ്ങനെയാണ്, ഒക്കെ വേഗം വേഗം കഴിച്ച് തീർത്തിട്ട് വേണം വെക്കാൻ. അത് മാത്രമല്ല രംഷേട്ടൻ ഞാൻ പറഞ്ഞില്ലേ പോവാണ്, രംഷേട്ടൻ്റെ നാട്ടിൽ അമ്പലത്തിൽ കാലശും പരിപാടികളൊക്കെ ഉള്ള കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ എപ്പോഴാണ് ഫുഡ് ആവുന്നതെന്ന് അറിയില്ല. അപ്പോൾ അമ്മ വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ ഭക്ഷണം. അത് കഴിഞ്ഞാൽ അന്ന് രംഷേട്ടന് പോകാമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. നിറയെ അച്ചാറ് കുപ്പി, മാങ്ങ കുപ്പി, ഈ വക സംഭവങ്ങളൊക്കെ എന്നും ഉണ്ടാവും. എനിക്ക് ആ ശീലമൊന്നുമില്ല, ഞാൻ അച്ചാറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ല. നമ്മുടെ അടുത്ത് ഓരോ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുപോകും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. കാരണം ഞാൻ മാത്രമേ അവിടെ കഴിക്കുള്ളൂ, വേറെ ആരും ഇവിടെ കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നാട്ടിലിങ്ങനെ നിറയെ കുപ്പികളൊക്കെ വെച്ച്. അതേപോലെ അടുത്തത് റേഡിയോ. ഞാൻ പണ്ട് മുതലേ ഞാനും ഗീതും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ അമ്മയുടെ ഈ റേഡിയോ കേട്ടിട്ടാണ്. ഇത്രയും വർഷമായിട്ടും ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ വീട്ടിൽ ഒരു മാറ്റമില്ല. രാവിലെ നമ്മൾ എണീക്കുന്നത് ഈ റേഡിയോയിലത്തെ കാര്യങ്ങൾ കേട്ടിട്ടാവും. അത് മാത്രമല്ല പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഈ റേഡിയോൻ്റെ ഓരോ സംഭവങ്ങൾക്കനുസരിച്ച് ടൈം കണ്ടെത്തും. അതായത് ഒരു 7 മണി ഒരു സംസ്കൃതം ന്യൂസ് ഉണ്ട്, 7:30 ആകുമ്പോൾ വേറൊരു ന്യൂസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ റേഡിയോ ഇവിടെ മസ്റ്റാണ് കേട്ടോ. രംഷേട്ടൻ എന്തേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്, എന്നിട്ട് വേഗം സ്ഥലം വിടണം എന്ന് പറഞ്ഞിട്ട് ഇതാ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ നാളെയാണ് ശരിക്കും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഇന്ന് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ രംഷേട്ടനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഒന്ന് ഓടിപ്പോയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും എത്താം എന്ന് പറഞ്ഞ് ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞ പോലെ 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഷട്ടോ, നാട്ടിലിങ്ങനെ ഉമ്മർത്തിരുന്ന് ചായ കുടിച്ച് പേപ്പർ വായിക്കുന്നതിൻ്റെ ഒരു ഫീല് ശരിക്കും ആസ്വദിച്ചത്. ഇതേ അമ്മമ്മയാണ് കേട്ടോ, ഞങ്ങളുടെ 4 ജനറേഷൻ്റെ ഫോട്ടോ ആണ്. അതെന്നും പ്രഷ്യസ് ആയിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ അമ്മ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കടലക്കറി കടലാക്രമണമായോ എന്ന ചെറിയൊരു സംശയം ഇല്ലായകയില്ല. അപ്പോൾ പുട്ടും അതൊക്കെ കഴിച്ചത് ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ രാവിലെ ആകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസിൻ്റെ ജയൻ ഞങ്ങളെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, ശരിക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ മടി, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ചേച്ചി അവിടെയാണ് ഡാൻസിന്. ഇപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ആകെ ഞങ്ങൾ ഇന്നലെ കുറച്ച് ഞങ്ങൾ 3 പേരെ പഠിച്ച്, ഇന്നിപ്പോൾ ഗീതൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗീതുവിനെ പഠിപ്പിച്ച് കൊടുക്കണം. പിന്നെ വേറെ 2-3 പേരും കൂടിയും. അപ്പം നമ്മളിങ്ങനെ പോയി ശബരിമല അവിടേക്ക് ഇങ്ങനെ പോകുന്ന വഴിയാണിത്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും നടക്കാനില്ല, അത് അത്രയും അടുത്താണ് കേട്ടോ ഈ വഴി. അപ്പോൾ ഇവരെയൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ. ഇനി ഒരു 3-4 പേരും കൂടി ഉണ്ട് ഒട്ടും പഠിക്കാത്തവർ, അവരെ കണ്ടിട്ടേനല്ലേ, അതൊക്കെ വൈകുന്നേരവും നാളെ രാവിലെയായിട്ട് എത്തും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും രംഷേട്ടൻ എത്തി. ഉച്ചവരെ നമ്മൾ പഠിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രംഷേട്ടൻ എന്താ പറയുക, രംഷേട്ടൻ്റെ നാട്ടിൽ പോയിട്ട് ആ സമയത്ത് എടുത്തതാണ്. നമുക്ക് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലുള്ള കണ്ടോ ശുദ്ധി കലശം, ദ്രവ്യ കലശം, അതുപോലെ തന്നെ വെച്ച് നമസ്കാരം, ഇത്രയും സംഭവങ്ങൾ 3 ദിവസമായിട്ടാണ് കേട്ടോ കലശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, പിന്നാണ് വെച്ച് നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും നാട്ടിലുള്ളവരെല്ലാവരും അമ്പലത്തിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഇന്നും പോകാൻ പറ്റിയില്ല. അത് നെക്സ്റ്റ് ഡേ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒട്ടും പോകാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് ഡേ നമുക്ക് പോയിട്ട് തൊഴാൻ പറ്റി, അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതണം കേട്ടോ. 3-ാമത്തെ ദിവസം നമുക്ക് തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റി. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ രംഷേട്ടൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു, നല്ല ഇതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ രംഷേട്ടനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും പോകാൻ പറ്റിയില്ല. എന്തായാലും രംഷേട്ടൻ ഉച്ചയാകുമ്പോൾ തന്നെ തിരിച്ചെത്തി, കാരണം നമുക്ക് വീട്ടിലും കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ വന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് 1 മണിയായി. ഇവിടെ ഇരുന്ന് മക്കൾ ഇതേ നല്ല അടിപൊളിയായിട്ടിരുന്ന് TV ഒക്കെ കാണുന്നു. അമ്മ ഈവനിങ്ങിലേക്കുള്ള അട ഉണ്ടാക്കുകയാണ്. എല്ലാവരും കൂടി വന്നാൽ അങ്ങനെയാണല്ലോ, 4 നേരം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ്. അപ്പോൾ ഉച്ചയ്ക്കലത്തെ പപ്പടം കാച്ചൽ ഭക്ഷണവും എല്ലാതും റെഡിയായി. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകളായിരുന്നു. അച്ഛൻ വേഗം കഴിക്കുക, ആരും കാത്തൊന്നും നിന്നില്ല, കാരണം അച്ഛൻ ഫുൾ ബിസിയാണ്. അമ്മ പറയുന്നത് 1 മാസമായിട്ട് അച്ഛനെ വീട്ടിൽ തന്നെ കാണാനില്ല, ക്ഷണവും പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛനെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും സമയമില്ല. അച്ഛൻ വേഗം ഭക്ഷണം കഴിച്ച് 2 മിനിറ്റ് കിടന്നിട്ട് വേണം അച്ഛന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും കാത്തുന്നില്ല കേട്ടോ, കാരണം ഞങ്ങളൊക്കെ ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ലേറ്റായി. നല്ല നാടൻ മുരിങ്ങയിടല കൂട്ടാൻ, കായപ്പയറിലിശ്ശേരി, പുളിയിഞ്ചി, അച്ചാർ, കൂർക്കുപ്പേരി, അങ്ങനെ കുറച്ച് ദിവസം വെജാണ് കേട്ടോ. നമ്മളൊരു 1 വീക്ക് വെജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്താണെന്നൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വെജും കാര്യങ്ങളൊന്നും ഇല്ല, വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉച്ചയ്ക്ക് അടയുടെ പരിപാടിയും കൂടെ നോക്കുന്നുണ്ട്. ഈവനിങ് 4 മണിയാകുമ്പോഴേക്കും എല്ലാവർക്കും വിശക്കുമല്ലോ. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്കും ഇതേ മൈസൂർ പാക്ക്, അട, നെയ്യപ്പം, പിന്നെ കുറേ സാധനങ്ങൾ. നാട്ടിൽ വന്നാൽ ഇതാണ് ഒരു പ്രശ്നം, നമുക്കിങ്ങനെ ഭക്ഷണം കഴിച്ച് മതിയാവും. ഓരോരോ സ്പെഷ്യൽ വീട്ടിലിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതിന് പുറമേട്ട് അമ്മയുടെ ഫ്രണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ് ഈ മിക്സ്ചറും ലഡും. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ലഡുവിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിക്കുക ചെയ്യുക. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്ത് അമ്മ
ഏൽപ്പിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ പറഞ്ഞു ഒരു കല്യാണ ഫീൽ ആ മിക്സർ ലഡുവൊക്കെ കഴിച്ചപ്പോൾ കേട്ടോ. അതൊക്കെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെയും പോവാണ്. രംഷേട്ടൻ ഒരു വഴിക്ക്, ഞാനും ജയനും ഗീതും വേറൊരു വഴിക്ക്. മക്കളാണെങ്കിൽ ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യുക. അതുകൊണ്ട് മിത്തുക്കുട്ടിക്കൊക്കെ നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ കൂടെയുള്ള ഈ കളി, ഇന്ന് ശരിക്കും പറഞ്ഞാൽ കസിൻസ് ആരുമില്ല, കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളുള്ള ടൈം ആയതുകൊണ്ട് മിത്തുൻ്റെ ഫേവറേറ്റ് അക്കുചേച്ചി നിമ്മ ചേച്ചി ഒന്നുമില്ല. അവരൊക്കെ ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഞാനും ഗീതും ജയനും കൂടെ കൂറ്റനാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മുല്ലപ്പൂ വാങ്ങാണ്ട് നാളെ ഞാൻ വരല് തട്ടിക്കൂട്ടി തിരുവാതിരക്കളി പ്ലാൻ ചെയ്ത്, കാരണം മുല്ലപ്പൂ വേണമെന്ന് നിർബന്ധം എല്ലാവർക്കും. സാരിയൊന്നും ഒരുപോലെയല്ല, കാരണം നമ്മൾ ഓൾറെഡി ഫംഗ്ഷനുള്ള സാരിയൊക്കെ എടുത്തു കഴിഞ്ഞു, അപ്പോൾ ഒരുപോലത്തെ സാരിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പൂ ഇല്ലത്തിരി പരിപാടി വേണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൂറ്റനാടിക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം ഞാൻ പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കൂറ്റനാട് നിന്നാണ് ബസ്, മയിൽ വാഹനത്തിൽ ബസ് ഇങ്ങനെ കയറും. അപ്പം ഞാൻ ഗീതുവിനോട് പറയുന്നു, ഗീതു എനിക്കിങ്ങനെ ബസ്സിലൊക്കെ കയറി നമ്മൾ രണ്ടുപേരും കൂടി പണ്ട് സ്കൂളിൽ പോരുന്ന പോലെ ഒറ്റയ്ക്കൊക്കെ പോയി അങ്ങനെയൊക്കെ പോകാൻ കൊതിയാവണം. പക്ഷെ അത് നടക്കാറില്ല, കാരണം നമ്മൾ ഇന്ന് ഇപ്രാവശ്യം വന്നിങ്ങനെ ആകെ 4 ദിവസത്തേക്കാണ്. അതൊന്നും ഒരിക്കലും നടക്കില്ല. മെയിൽ വരികയാണെങ്കിൽ 2 ആഴ്ചയ്ക്കാണ് വരിക. അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് മാത്രമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ കുറ്റനാട് നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് KR ഫുഡ്സിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ, KR ഫുഡ് ബേക്സ്. ഇത് പടിഞ്ഞാറങ്ങാടി കൂറ്റനാട് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു എഗ്ലെസ് കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ അവിൽ മിൽക്കും ഫലൂദയും ഇവിടുത്തെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഇതേ കോട്ടപ്പാട് റോട്ടിൽ കൂടെ പോകണം. ഈ റോഡ് ഇനി ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും, നമ്മുടെ മനസ്സിലൊക്കെ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ചിരി വരണ്ടാവും. ഞാനിത് എന്നും പറയും. അപ്പോൾ അത് കൂടെ പോകാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ നമ്മുടെ അതേ വീട്ടിൽ എത്തി. അപ്പോൾ ഇത് രംഷേട്ടൻ എടുത്ത ഭാഗം, കാരണം ഞങ്ങളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറത്ത് പോയ സമയത്ത് രംഷേട്ടനും അച്ഛനും ഇവിടെ ഹാളിലായിരുന്നു. ഇതാണ് നമ്മുടെ ഹാൾ കേട്ടോ. അപ്പോൾ എപ്പോഴും അറിയാമല്ലോ ഹാളിലെ പണികളൊക്കെ നമ്മൾ തലേ ദിവസം പോയിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഡെക്കറേഷൻ്റെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ വരും എന്ന് പറഞ്ഞപ്പോൾ രംഷേട്ടനാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം രംഷേട്ടൻ ഇവിടെ ഹാളിൽ വേണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡാണെങ്കിലും നമ്മൾ ഒരു ഇവൻറ്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ കൂടെ എന്താ പറയുക, ഇത്ര ഒരു ആത്മാർത്ഥം, മറ്റേ നമ്മൾ പൈസ കൊടുത്ത് അങ്ങനെ നമ്മൾ ഏൽപ്പിക്കുന്ന പോലെ ഇത്രയും നമ്മുടെ നാട്ടുകാർ മുഴുവൻ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് സദ്യക്കുള്ളതൊക്കെ നുറുക്കി അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യമില്ല അല്ലേ. അതായത് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ്, അല്ലാതെ നമ്മൾ ഒരുപാട് എന്താ പറയുക ലക്ഷങ്ങൾ കൊടുത്താലും നമുക്ക് കിട്ടാത്ത ആ ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരിക്കേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് റിലേറ്റീവ്സ് അവർക്കൊന്നുമില്ല. പക്ഷെ എന്നാലും അതൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് ഇതിൻ്റെ ഫുൾ കാര്യങ്ങളും നോക്കി, സദ്യവട്ടങ്ങളുടെ കാര്യങ്ങൾ നോക്കി, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ നടക്കുള്ളൂ. ഇപ്പോൾ എത്ര നാട്ടിലിങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലെന്തായാലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായിട്ടും നമ്മൾ അങ്ങനെ അധികം ഒന്നും അറിയാതെയും ഒക്കെ ചെയ്തിട്ടുള്ളത് കണ്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ ആ ഒരു കോർഡിനേഷനും സംഭവങ്ങളും ഒക്കെയാണ്. ഒന്നിനും പറയേണ്ട പോലുമില്ല, അപ്പോഴേക്കും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന നാട്ടുകാരാണ് ശരിക്കും നാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ നമുക്ക്. ഇവിടെ ദേ കണ്ടോ, ഈ രക്ഷേട്ടൻ പോയി വരുമ്പോഴേക്കും ഇവിടെ തകൃതിയാണ്, ഒരു കുന്തും അറിയില്ല കേട്ടോ. ഇത് ഭയങ്കര വൻ കോമഡി ആയിരുന്നു കേട്ടോ ആക്ച്വലി. കാരണം നാളെ രാവിലെ പ്രോഗ്രാം, ഇന്ന് രാത്രി 8 മണി. എന്തൊരു അഹങ്കാരം നോക്കിയേ. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആശിച്ചൊക്കെ പ്രോ ഡാൻസറൊക്കെയാണ്, പണ്ടത്തെ കലാത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർക്കൊന്നും അതൊരു വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് പഠിച്ച് എടുക്കുന്നവരാണ്. ഇനി ഇതിലൊരു 2-3 പേര് കൂടെ വരാനുണ്ട്. അവർ വന്നിട്ടുമില്ല, അവർ പഠിച്ചിട്ടുമില്ല, അവർക്ക് എന്താതുപോലും അറിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ കളിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ അർത്ഥം വിട്ട് നോക്കിയിരിക്കുക, ദൈവമേ ഇതൊക്കെ എവിടെ വരെ എത്തും എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് അറ്റ് ദ സെയിം ടൈം ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷേ ഇത് കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ എന്നുള്ള ആ ഒരു കോൺഫിഡൻസും ഉണ്ട്. നമ്മൾ സ്റ്റേജ് എല്ലാവരും നമ്മളറിയുന്ന നാട്ടുകാർ, നമ്മളറിയുന്ന വീട്ടുകാർ. ഇപ്പോൾ തെറ്റിയാലും ഇപ്പോൾ എന്താ, ആരും ഒന്നും പറയാനൊന്നും. പക്ഷെ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കൈതപ്പൂ മണമുള്ള ചഞ്ചലാക്ഷി എന്നുള്ള പാട്ടെടുത്ത്. കാരണം അത് മാത്രമാണ് ഒരു 4.5 മിനിറ്റും പിന്നെ എല്ലാവരെയും പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്റ്റെപ്സും. കാരണം ഇതിൽ കുറച്ച് പേര് ഡാൻസ് അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്റ്റെപ്സ് കളിക്കണം എന്നും നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു തിരുവാതിര പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുഡൊക്കെ എല്ലാവർക്കും ഇവിടെ തന്നെയായിരുന്നു ഫുഡ്. കാരണം രാത്രി 11 മണി വരെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇത് നമ്മുടെ വീട്ടിലെ സ്ഥിരം പരിപാടിയായിട്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നമ്മുടെ വീട്ടിൽ എന്നും ഇങ്ങനെ എന്തുണ്ടെങ്കിലും എല്ലാവരും കൂടി കൂടലും ഭക്ഷണം ഇത് ഇവിടെ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ വീട്ടിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴേക്കും ഒരുപാട് നേരമായി കേട്ടോ. അങ്ങനെ സമയം രാത്രി 11 മണിയായി. ഇപ്പോഴാണ് എല്ലാവരും പോയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്നിവിടെ ഡിന്നർ ഉണ്ടായിരുന്നു.
നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളും കുട്ടികളും എല്ലാം കൂടെ സത്യം പറഞ്ഞപ്പോൾ അത് രംഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ശരിക്കും ഒരു മോതന ബർത്ത്ഡേ ഇതൊരു കല്യാണ ഫീലാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരു ഡാൻസ് പ്രാക്ടീസ് ഒക്കെ പെട്ടെന്ന് ഇതൊന്നും നമ്മുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല, തട്ടിക്കൂട്ടിയതാണെങ്കിലും. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 10% ആളുകളേ ഉള്ളൂ, ബാക്കിയുള്ളവരാരും ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ സാധാരണ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ പിറന്നാൾ നടത്തുമ്പോൾ പോലും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു വൈബ് വന്നപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു ഫീല് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം കിടന്നുറങ്ങട്ടെ, നാളെ രാവിലെ എണീറ്റ് അപ്പോഴേക്കും ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അവിടെ ഹാളിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതാണ് നാളത്തെ പരിപാടി. സോ ബിഗ് ഡേ നാളെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. ടയേർഡായി ഞാൻ, പക്ഷെ അതേസമയം ഭയങ്കര രസമായി, ഭയങ്കര അടിപൊളിയായി. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു, അതാണ് അതിൻ്റെ ഒരു രസം. ഇനി നാളെ അതിനേക്കാൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.